ഇന്ത്യൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് 5ാമത്തെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ റീജിയണൽ ഡിവിഷൻസിൽ ബാക്കിയുള്ള സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, അതുപോലെ പൂർവാചൽ ഹിൽസുകളെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീജിയണലി ഹിമാലയത്തിനെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, അതുപോലെ ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലേ. അപ്പോൾ നോക്കിയേ, സെൻട്രൽ ഹിമാലയാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയുന്നത് ഏത് മുതൽ ഏത് വരെയാണ്? ഈ ഉത്തരാഖണ്ഡിന്റെ ഭാഗത്തുകൂടെ ഫ്ലോ ചെയ്യുന്ന ഒരു റിവർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ റിവറുടെ പേരെന്ന് പറയുന്നത്? കാളി റിവർ അല്ലെ, നമ്മൾ സരയു എന്നൊക്കെ പറഞ്ഞു. ഈ കാളി റിവർ മുതൽ സിക്കിമിന്റെ ഈ ഭാഗത്തൂടെ ഒഴുകുന്ന റിവർ ഉണ്ടല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? അത് ടീസ്റ്റ റിവർ ആയിരുന്നു അല്ലേ. റിവറിന് ഇത്ര നീളമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ലൈൻ വരച്ചത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ വരുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സെൻട്രൽ ഹിമാലയ എന്ന് വിളിക്കും. സെൻട്രൽ ഹിമാലയ എന്ന് വിളിക്കും. അപ്പൊ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം വരുന്നത് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്താണ്. അതുകൊണ്ട് തന്നെ ഈ സെൻട്രൽ ഹിമാലയാസിനെ നമ്മൾ മറ്റൊരു പേര് പറഞ്ഞും വിളിക്കാം. എന്താണത്? ഇപ്പൊ നേപ്പാൾ ഹിമാലയ എന്ന് നമുക്ക് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അപ്പൊ സെൻട്രൽ ഹിമാലയ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണത്? അത് നേപ്പാൾ ഹിമാലയ എന്നാണ്. ഓക്കെ, എന്താണ്? നേപ്പാൾ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഏത് ഭാഗമാണ്? സെൻട്രൽ ഹിമാലയ ആണ്. കാളി റിവർ മുതൽ ടീസ്റ്റ റിവർ വരെയാണ് ഇതിന്റെ റീജിയൻ എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യയുടെ ഭാഗം പ്രധാനമായിട്ടും വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന സിക്കിമിന്റെയും ഡാർജിലിംഗിന്റെയും റീജിയനാണ് പ്രധാനമായിട്ട് ഇന്ത്യക്കകത്ത് വരുന്നത്. ഉത്തരാഖണ്ഡ് കഴിഞ്ഞു, പിന്നെ നമുക്ക് ഉത്തർപ്രദേശിന്റെ ഭാഗത്തോട്ട് അധികം ഇല്ല. പിന്നെ ഏത് ഭാഗത്താണ്? നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സിക്കിം അല്ലെ, നമ്മുടെ ഇന്ത്യ പോയിട്ട് ഉത്തരാഖണ്ഡ് പോയിട്ട് ഇങ്ങനെ നേപ്പാളിന്റെ ഭാഗം വന്നിട്ട് ഇവിടെ ഇങ്ങനെ സിക്കിം ഉണ്ടല്ലേ. ഈ സിക്കിമിന്റെ ഇതാണ് സിക്കിം എന്ന് പറയുന്നത്. സിക്കിം, ഈ സിക്കിമിന്റെ താഴത്തെ ഈ ഒരു കുറച്ച് ഭാഗത്തായിട്ട് നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഉണ്ടല്ലോ, ഈ കാണുന്ന താഴെ കാണുന്ന വെസ്റ്റ് ബംഗാൾ, ഇതിലൊരു ചെറിയ ഭാഗം ഇങ്ങനെ പോയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാർജിലിംഗ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡാർജിലിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, DARJEELING, ഡാർജിലിംഗ്. അപ്പോൾ ഈ സിക്കിം ഡാർജിലിംഗ് ഞാനിപ്പോൾ ഈ പിക്ചറിനകത്ത് വരച്ച് കുളമാക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അതോട്ട് മാറ്റി വരച്ചത്. അപ്പോൾ സിക്കിം ഡാർജിലിംഗ് റീജിയനാണ് പ്രധാനമായിട്ട് ഇന്ത്യയുടെ ഭാഗമായിട്ട് സെൻട്രൽ ഹിമാലയത്തിൽ വരുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എടുത്തു പറയേണ്ട മൗണ്ടൻ റേഞ്ചസ് 2 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്നറിയപ്പെടുന്ന ഏതാണത്? മൗണ്ട് എവറസ്റ്റ് ആണ്. ഏതാണത്? മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ ഈ ഒരു കാണുന്ന റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്? മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏത് റീജിയനിലാണ്? ഓക്കെ, ഈ പറയുന്ന ഒരു ഭാഗം. ഓക്കെ, ഏത് ഭാഗം? ഈ പറയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടി കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് കാഞ്ചൻജംഗ പർവ്വതനിര. അതാണ് ഇവിടെ കാണുന്നത്, കാഞ്ചൻജംഗ പർവ്വതനിര. ഓക്കെ, അപ്പോൾ 2 മൗണ്ടൻസ് ആണുള്ളത്, മൗണ്ട് എവറസ്റ്റും കാഞ്ചൻജംഗയും. സെൻട്രൽ ഹിമാലയത്തിന്റെ ഭാഗമാണ്. അതിൽ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിലല്ല, കാഞ്ചൻജംഗയുടെ ഒരു ഭാഗം ഇന്ത്യയിലാണെന്ന് നമുക്ക് പറയാം. ഇനി മൗണ്ടൻ പാസുകളെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടൊരു മൗണ്ടൻ പാസ് ഇവിടെ ഉണ്ട്. അതിന്റെ പേരാണ് നാഥുല പാസ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, സിക്കിമിന്റെ ഈ ഒരു ഭാഗത്താണ് ഇത് വരുന്നത്. ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. സിക്കിമിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പാസ്സാണ് നാഥുല പാസ് എന്ന് പറയുന്നത്. നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. പെട്ടെന്ന് ഭൂട്ടാനുമായിട്ട് കണക്ട് ചെയ്യുമെന്ന് തോന്നിയെങ്കിലും അല്ല, ഇത് ഇൻഡോ ചൈന കണക്ഷൻ വരുന്ന ഭാഗമാണ്. ഓക്കെ, ഇന്ത്യയെ ചൈനയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഏത്? ഈ പറയുന്ന നാഥുല പാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നാഥുല പാസ് കണക്ട് ചെയ്യുന്ന എവിടെയാണ്? ഇന്ത്യയെ ചൈനയുമായിട്ട്. അപ്പോൾ ലൊക്കേഷൻ ഓർത്ത് വയ്ക്കുക, നാഥുല പാസ് കണ്ടോ. ഈ പറയുന്ന സിക്കിമിനെ ഈ മുകളിലുള്ള ചൈനയുടെ ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് എന്ത്? നാഥുല പാസ് എന്ന് പറയുന്നത്. ഇനി എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡാർജിലിങ്ങിനെ പറ്റിയിട്ടാണ്. ഡാർജിലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാർജിലിംഗ് ആസാമിന്റെ ഭാഗവും ഡാർജിലിംഗിന്റെ ഭാഗത്തും ഒക്കെ ഈ ടീ കൾട്ടിവേഷൻ, അവിടെ ടീ ഉണ്ടല്ലോ, തേയില, ടീ കൾട്ടിവേഷൻ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഡാർജിലിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ നദികളെ പറ്റി പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു നദിയേ ഉള്ളൂ, നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഏതാണത്? നമ്മുടെ ടീസ്റ്റ റിവറാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെൻട്രൽ ഹിമാലയത്തെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ഹിമാലയ എന്ന് വെച്ചാൽ എവിടെയാണ്? കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ വരുന്ന ഭാഗമാണ് സെൻട്രൽ ഹിമാലയാസ്. ഇതിന് നമ്മൾ നേപ്പാൾ ഹിമാലയ എന്നും വിളിക്കാറുണ്ട്. വെസ്റ്റേൺ സിക്കിമും ഡാർജിലിംഗുമാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട റീജിയൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്ന നേപ്പാളിലാണ്. അത് സെൻട്രൽ ഹിമാലയയുടെ ഭാഗമാണ്. കാഞ്ചൻജംഗ പർവ്വതനിരയും ഇവിടെ തന്നെയാണ്, സെൻട്രൽ ഹിമാലയത്തിലാണ്.
നാഥുല പാസ് ഇന്ത്യയെ ചൈനയുമായിട്ട് അല്ലെങ്കിൽ ഇൻഡോ ചൈന ബോർഡറിൽ കാണുന്ന ഒരു ഭാഗമാണ്. ഇവിടെയാണ് എന്താണ് ടീസ്റ്റ റിവർ. ടീസ്റ്റ റിവറിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താണെന്നറിയാവോ? ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി എന്ന് പറയുന്നത് ഏതാണ്? അത് ടീസ്റ്റ റിവറാണ്. ഓക്കെ, ഭയങ്കര സ്പീഡാണ് അത് പറയുന്ന നദിക്ക്. ഫേമസ് ഫോർ ടീ കൾട്ടിവേഷൻ ആണ് ഇവിടെ ഡാർജിലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് ഇവിടെ വരുന്നത്, സെൻട്രൽ ഹിമാലയത്തിൽ വരുന്നത്. എങ്കിൽ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? ഈസ്റ്റേൺ ഹിമാലയാസിലോട്ട് പോവാം. അപ്പോൾ എവിടെയാണ് ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയാണ്? ഈ പറയുന്ന ടീസ്റ്റ നദി മുതൽ അല്ലെ, ഏത് നദി മുതൽ? ടീസ്റ്റ നദി മുതൽ ഈ എൻഡിൽ ഇവിടുന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ കറങ്ങി വന്ന് ഈ എൻഡിലൂടെ ഇന്ത്യയിലോട്ട് കയറുന്ന ഒരു നദിയുണ്ട്. ഏതാണ് നദിയുടെ പേര്? ബ്രഹ്മപുത്ര വരെ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറഞ്ഞാൽ എവിടെ മുതലാണ്? നമ്മുടെ ബ്രഹ്മപുത്ര മുതൽ ടീസ്റ്റ വരെ വരുന്ന ഭാഗമാണ് ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞ ഭാഗമാണ് ഈ പറയുന്ന ഈസ്റ്റേൺ ഹിമാലയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് എന്തായിരിക്കും? നല്ല രീതിയിൽ കുറവാണ് ആസ് കമ്പയർഡ് ടു സെൻട്രൽ ഹിമാലയാസ് ആൻഡ് വെസ്റ്റേൺ ഹിമാലയാസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള ആസാമിൻ്റെ ഭാഗത്താണല്ലോ ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതാണ് ആസാം. ഓക്കെ, ഇവിടെ മുതൽ ഇങ്ങനെ ഈ പറയുന്ന താഴെ കൂടെ പോകുന്ന ഈ ഒരു ആസാം. അതുകൊണ്ട് ആസാമിൻ്റെ ഭാഗത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഈസ്റ്റേൺ ഹിമാലയാസിനെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? ആസാം ഹിമാലയാസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ മൗണ്ടൻ പീക്കുകളെ പറ്റി പറഞ്ഞാൽ ഒരെണ്ണം പഠിച്ചാൽ മതി. ഏതാണത്? നാംച ബർവ. ഏതാണ്? നാംച പർവ്വത ഈ ഭാഗത്തായിട്ട് കാണാം. ഓക്കെ, അതാണ് എന്താ ഇവിടുത്തെ ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് എന്ന് പറയുന്നത് ഏതാണത്? നാംച ബർവയാണ്. 7756 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര, കാമേങ്, ലോഹിത്, സുബാൻസിരിയൊക്കെയാണ് പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഒരു മൗണ്ടൻ പാസിനെ പറ്റി അറിയണം. ഈ ഭാഗത്ത് കാണുന്ന മൗണ്ടൻ പാസ് ദിബു. ഓക്കെ, ഏത് മൗണ്ടൻ പാസ് ആണ്? ദീപു അല്ല, ദിബു. അപ്പൊ ദിബു നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം അരുണാചൽ പ്രദേശിന് തൊട്ടടുത്ത രാജ്യം ഏതാണ്? അത് മ്യാൻമർ ആണ്. ഏതാണ്? മ്യാൻമർ ആണ് അല്ലെ. ഒന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അരുണാചൽ പ്രദേശിനെ എവിടെയായിട്ട് കണക്ട് ചെയ്യുന്നത്? മ്യാൻമറുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ് മ്യാൻമറുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ആണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഞാൻ കുറച്ച് സൂം ചെയ്യാം. ഓക്കെ, കുറച്ചുകൂടി കാണാൻ പറ്റുമല്ലോ. ശരി, ഇതാ കണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് എത്തി. എന്താണ് ഇതാ കണ്ടോ? ഇവിടെ ഈ കാണുന്ന ഞാൻ ഇവിടെയുള്ള ബാക്കി ഇതൊക്കെ ഒന്ന് മാച്ച് തരാം. ഓക്കെ, ഇതാ കണ്ടോ? ഇത് അരുണാചൽ പ്രദേശാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഓക്കെ, അരുണാചൽ പ്രദേശ്. ഈ അരുണാചൽ പ്രദേശ് തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഈ രാജ്യം ഏതാണ്? ആ രാജ്യം അത് മ്യാൻമർ ആണ്. കണ്ടോ? അത് മ്യാൻമർ ആണ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് എന്ന് പറയുന്നത് ഏതാണ്? അത് ദിബു ആണ്. അത് സിറ്റുവേറ്റ് ചെയ്യുന്നതും എവിടെയാണ്? ഈ പറയുന്ന ഈസ്റ്റേൺ ഹിമാലയാസിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട മൗണ്ടൻ പാസുകൾ എന്ന് പറയും. ഓക്കെ, നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ഈസ്റ്റേൺ ഹിമാലയാസ് എവിടെ മുതൽ എവിടെ വരെ? ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ വരുന്ന ഭാഗമാണ് ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയുന്നത്. ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് ഹിമാലയൻ ഭാഗങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആസാം ഹിമാലയാസ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഹയസ്റ്റ് മൗണ്ടൻ പീക്ക് എന്ന് പറയുന്നത് നാംച ബർവയാണ്. 7756 മീറ്റർ ഉയരം. ബ്രഹ്മപുത്രയും കാമേഗും ലോഹിത്തും സുബൻസിരി നദികളാണ്. ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്? ദിബു മൗണ്ടൻ പാസ് കണക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? മ്യാൻമാറിനെ ഇവിടെയായിട്ട് കണക്ട് ചെയ്യും, അരുണാചൽ പ്രദേശുമായിട്ട് കണക്ട് ചെയ്യും. ഒരു മൗണ്ടൻ പാസ് നമ്മളോട് പറയാൻ വിട്ടുപോയി അല്ലെ. ഏതാണത്? അതാണ് ബോംദില പാസ്. ഏതാണത്? ബോംദില പാസ്. ഇവിടെ ആയിട്ട് കണ്ടോ? ബോംദില പാസിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ബോംദില പാസ്. ബോംദില പാസും എവിടെയാണ് ഇരിക്കുന്നത്? ഈ ഭാഗത്തായിട്ടാണ്. അപ്പൊ ബോംദില പാസ് ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യും? ആലോചിച്ച് നോക്കിയേ. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, ഇവിടെ അരുണാചൽ പ്രദേശ് അല്ലേ? ഈ ഭാഗം അരുണാചൽ പ്രദേശ് അല്ലേ? അല്ലെ, ഈ ഭാഗം അരുണാചൽ പ്രദേശാണ്. മൊത്തത്തിൽ കുളമായി അല്ലേ. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിനെ ഇപ്പുറത്ത് ഭൂട്ടാനാണ് അല്ലെ. ഭൂട്ടാന്റെ ഭാഗമാണ് ടിബറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അരുണാചൽ പ്രദേശിനെ ടിബറ്റ് അല്ലല്ലോ, ലാസ എന്ന് പറയുന്നത്. അപ്പൊ അരുണാചൽ പ്രദേശിനെ ലാസയായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് എന്നോ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിനെ ഭൂട്ടാനുമായിട്ട് കണക്ട് ചെയ്യുന്ന മൗണ്ടൻ പാസ് ഏതാണെന്ന് ചോദിച്ചാലോ അത് ഏതാണ്? അത് ബോംഡിലയാണ്. അപ്പോൾ നമുക്ക് ഈസ്റ്റേൺ ഹിമാലയസ് 2 മൗണ്ടൻ പാസ് പഠിക്കണം. ബോംദില പാസ് ഉണ്ട്, ദിബു ഉണ്ട്. ബോംദില പാസ് അരുണാചൽ പ്രദേശിനെ ലാസയായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദിബു കണക്ട് ചെയ്യുന്ന ആരെയാണ്? അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് കണക്ട് ചെയ്യും.
ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും കോഡുകൾ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഒരുപാട് മൗണ്ടൻ പാസുകളായല്ലേ, കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും കോഡുകളുണ്ട്, ആ കോഡുകൾ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, അതൊരു ഒരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വീഡിയോ ആയിട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് എന്തിനകത്ത് വരുന്നത്, നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയത്തിനകത്ത് വരുന്നത് ബോംഡില പാസും ഡിബോ മൗണ്ടൻ പാസും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് ഭാഗത്തോട്ട് പോവാം. പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ എവിടെയാണ് ഈ പൂർവാചൽ ഹിൽസ് എന്ന് പറഞ്ഞത്? ഈ കാണുന്ന ഭാഗം, നമ്മുടെ ഈസ്റ്റേൺ ഭാഗത്ത് ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന അത്രയും ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പൂർവാചൽ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? പൂർവാചൽ ഹിൽസ് എന്ന് വിളിക്കുന്നു. പൂർവാചൽ ഹിൽസ് കമ്പാരിറ്റീവ്ലി ഉയരം കുറഞ്ഞ മൗണ്ടൻസ് ആണ്. അതായത് ഏതാണ്ട് 500 തൊട്ട് 3000 മീറ്റർ വരെയാണ് ഈ മൗണ്ടൻസിന്റെ ആവറേജ് ഉയരം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം എലിവേഷൻ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണെന്ന് പറയുന്നത് ഈ പറയുന്ന പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ മുതൽ എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതെന്ന് അറിയാവോ? അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറാം വരെയാണ് ഈ പറയുന്ന പൂർവാചൽ ഹിൽസ് കാണപ്പെടുന്നത്. ഇവിടെ മുതലാണ് അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറാം വരെ കാണപ്പെടുന്ന ഭാഗമാണ് പൂർവാചൽ ഹിൽസ് എന്ന് പറയുന്നത്. പൂർവാചൽ ഹിൽസിൽ ഒരുപാട് ചെറിയ ചെറിയ കുന്നുകളുണ്ട്. ഇപ്പോൾ പട്കായ് ബൂം ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്ത് നാഗാലാൻഡിലെ നാഗാ ഹിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. മണിപ്പൂരിലുള്ള മണിപ്പൂർ ഹിൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. മിസോറാമിലുള്ള മീസോ ഹിൽസ്, പേര് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ? അപ്പോൾ മിസോറാമിലെ മീസോ ഹിൽസ്, മണിപ്പൂരിലെ മണിപ്പൂർ ഹിൽസ്, നാഗാലാൻഡിലെ നാഗാ ഹിൽസ്, അതുപോലെ പട്കായ് ബൂം എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ്. ഇവിടെയാണ് ഈ മേഘാലയ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വരുന്നത്. മേഘാലയയിൽ 2 സ്ഥലങ്ങളാണ്. ഒന്ന് ചിറാപൂഞ്ചിയും മറ്റൊന്ന് മൗസിൻ റാം. ഓക്കെ, ചിറാപൂഞ്ചി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണെന്ത്? ഈ പറയുന്ന ചിറാപൂഞ്ചിയും മൗസിൻ റാം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് എന്ത് കിട്ടുന്നത്? മഴ ലഭിക്കുന്നത്. കാരണം ഇവിടെയുള്ള മൗണ്ടൻസ് നമ്മുടെ മൺസൂൺ വിൻഡുകളെ തടഞ്ഞു നിർത്തിയിട്ടാണ് ഇവിടെ എന്ത് പെയ്യിപ്പിക്കുന്നത്? മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ക്ലൈമറ്റ് പഠിക്കുമ്പോൾ പഠിക്കാം. തൽക്കാലം നമ്മൾ പഠിച്ച പോയിന്റുകളൊന്ന് നോക്കാം. എന്താണ്? ലെസർ എലിവേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തുള്ളതാ? ഉയരം കുറഞ്ഞ, എലിവേഷൻ കുറഞ്ഞ ഭാഗമാണെന്ന് പറയുന്നത് പൂർവാചൽ ഹിൽസിലെ കുന്നുകൾ എന്നാണ് അതിനെ പറയുന്നത്. 500 തൊട്ട് 3000 മീറ്റർ വരെയാണ് എന്ത് ആവറേജ് ഉയരം എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശ് തൊട്ട് മിസോറാം വരെ. പട്കായ് ബൂം, നാഗാ ഹിൽസ്, മീസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് പ്രധാനപ്പെട്ട ഹിൽസ്, ചിറാപൂഞ്ചിയും മൗസിൻ റാം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 2 സ്ഥലങ്ങളെന്ന് പറയും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് പൂർവാചൽ ഹിൽസിനകത്ത് വരുന്നത്. ഇനി വരുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. അപ്പോൾ ക്ലൈമറ്റും മറ്റു കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും, അതിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കാരണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണമൊക്കെ എന്ത് ചെയ്യാം? കമൻ്റ് ആയിട്ടൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.